മലയാളത്തിലെ ആദ്യ പൂർണ്ണ രാമായണമായ കണ്ണശ രാമായണം പാരായണം ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ് പത്തനംതിട്ട നിരണം തൃക്കപാലീശ്വരം ശിവക്ഷേത്രം. മലയാള കവികളിൽ ആദിമ പെരുമക്കാരെന്ന് പുകഴ്പെറ്റ കണ്ണശ കവികളുടെ ജന്മനാട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃക്കപാലീശ്വരം ക്ഷേത്രത്തിലെ ഋഷഭവാഹനത്തിന് സമീപത്തിരുന്നാണ് കണ്ണശ രാമായണം രചിക്കപ്പെട്ടത് എന്ന് ചരിത്രം പറയുന്നു. മാനിതനാകെ കുമാരനിരാമൻ മഹിമ മികുന്ദ ഗുണാകരനായാൻ ആയതലോചനാകിയ വത്സല അഖില സുരാസുരമാനുഷാദികൾ ആയേവരുമരുത്തവർ ചെയ്കിലും ആകുലമോ നീ എതിർത്തു ചെയ്യിപ്പോൾ. തൃക്കപാലീശ്വരം ശിവക്ഷേത്രത്തിൽ കണ്ണശ രാമായണം മുഴങ്ങുകയാണ്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ രാമായണ മാസം എല്ലാ ദിവസവും കണ്ണശ രാമായണം കേൾക്കാം. നിരണക്കവികളെന്നും കണ്ണശ കവികളെന്നും അറിയപ്പെടുന്ന രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ എന്നിവരുടെ ജന്മഗൃഹം ക്ഷേത്രത്തിന് സമീപത്താണ്. എഴുത്തച്ഛന് മുൻപ് രാമായണവും മഹാഭാരതവും മലയാളികൾക്ക് പരിചയപ്പെടുത്തിയതിൽ വലിയ പങ്ക് നിരണം കവികൾക്കുണ്ട്. ത്രിമൂർത്തി കവികളിൽ രാമപ്പണിക്കരാണ് കണ്ണശ രാമായണം രചിച്ചത്. മലയാളത്തിലേക്ക് രാമായണം പുനരാഖ്യാനം അദ്ദേഹം നടത്തിയത് തൃക്കപാലീശ്വരം ശിവക്ഷേത്രത്തിലിരുന്നാണ് എന്നത് ചരിത്രം. ഇന്ദ്രൻ മമതാതനു വന്നേതന്നൊരു കാഞ്ചനമാലയിൽ അത്തലതീവരും പൊഴുതും കേളഴിയാ കാന്തി തങ്കേ ചേർത്താൽ യുക്തമിതിന്നു നിനക്കിനി എന്നു നിയോഗിച്ചരുളിയ മാലിയെ അവിടെ ചിത്തവിഷാദത്തോടടി തൊഴുതതു ചെമ്മേ. പ്രാചീന മലയാളത്തിലാണ് കണ്ണശ രാമായണം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 10 വർഷമായിട്ട് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ രാമായണ മാസം 1-ാം തീയതി മുതൽ രാമായണം 32 ദിവസം കാണുമല്ല, 32 ദിവസം ഞങ്ങൾ വായിക്കാറുണ്ട്. എഴുത്തച്ഛൻ്റെ രാമായണം കുറച്ചുകൂടെ എളുപ്പമാണ്. നമ്മൾ പഠിച്ച കൊണ്ടുവരുന്ന ആ ഒരു രീതിയിൽ ഇത് വന്നിട്ട് വട്ടെഴുത്തും ഇതൊക്കെ കൂടി വരുന്നതുകൊണ്ട്, അതായത് തമിഴിൻ്റെ കുറച്ച് കലർന്ന് പ്രാചീനമായിട്ടുള്ള മലയാളമായതുകൊണ്ട് കുറച്ച് ചെറിയൊരു പ്രയാസമുണ്ട്. എന്നാലും നമുക്ക് പതിവായി വായിച്ചു വരുമ്പോൾ നമുക്ക് വായിച്ചു പോവാം. എന്തൊരു വന്ദന ശ്ലോകം, അത് കുറച്ച് വ്യത്യാസമുണ്ട്, വായിക്കാനും കുറച്ച് നല്ല ഒരു ഇതാണ്. പിന്നെ ഭഗവാന്റെ നമ്മുടെ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുന്നേ ഉള്ള ആ ഭാഗവും കുറച്ച് നല്ല ഇതായിട്ട് ഇതിൽ മറ്റേതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് വന്നു. വർണ്ണന ഇതിലാണ് കുറച്ചുകൂടെ ഉള്ളത്. നിരണം വൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന ദ്രാവിഡ വൃത്തങ്ങളാണ് കണ്ണശ രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം പ്രാസ സമ്പ്രദായ രീതിയായ അന്താതിപ്രാസം കൃതിയെ കൂടുതൽ മനോഹരമാക്കുന്നു. കണ്ണശന്റെ രാമൻ ഇനിമയ മഹാദേവാജ്ഞയിലെ ഇതമൊടു വാലകനാകിയ രാമൻ നിജ പാപങ്ങളവൻ പുരുഷോത്തമ കഥ ചൊൽക തുനിഞ്ഞേനെന്നാണ്. രാമൻ പുരുഷോത്തമനാണ്, ഉത്തമനായ മനുഷ്യനാണ്, മനുഷ്യനിലെ ഏറ്റവും ഉത്തമനായ ആളാണ് രാമൻ എന്നാണ് കണ്ണശൻ പറഞ്ഞു വെക്കുന്നത്. കണ്ണശൻ രാമായണവും എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണവും തമ്മിൽ താരതമ്യ പഠനം ചെയ്തു കഴിഞ്ഞാൽ ഒട്ടേറെ പ്രത്യേകതകൾ കാണാൻ കഴിയും. കണ്ണശ കവികളുടെ സ്മരണയ്ക്ക് ക്ഷേത്രത്തിന് സമീപം കണ്ണശ സ്മാരക ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട്. നിലവിലെ പ്രവർത്തനങ്ങൾ ട്രസ്റ്റിന് ഒട്ടേറെ കർമ്മ പദ്ധതികളുണ്ട്. കണ്ണശന്മാരുടെ കൃതികൾ പ്രസിദ്ധീകരിക്കുക, അതുപോലെ തന്നെ സാഹിത്യ ക്യാമ്പുകൾ നടത്തുക, വിദ്യാരംഭ പ്രക്രിയ എല്ലാ വിജയദശമി ദിനത്തിലും നടത്തുക, അതുപോലെ തന്നെ സാഹിത്യ ക്യാമ്പ് നടത്തുക. കണ്ണശമാരുടെ പേരിൽ പുരസ്കാരം നൽകുന്നുണ്ട് എല്ലാ വർഷവും. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കണ്ണശ കൃതികൾക്ക് പ്രചുരമായ പ്രചാരണം നൽകുന്നതിനായി വിദ്യാലയങ്ങളിൽ ഒക്കെ പ്രഭാഷണങ്ങൾ നടത്തുക, ഇതൊക്കെ കണ്ണശ സ്മാരക ട്രസ്റ്റിന്റെ പ്രധാന പരിപാടികളിൽ കൊള്ളുകയാണ്. കണ്ണശ കവികളുടെ മഹത്തായ ചരിത്രം പുതുതലമുറ ഏറെ അറിയേണ്ടിയിരിക്കുന്നു. മൺമറഞ്ഞ ചരിത്രങ്ങളുടെ ഒട്ടേറെ അവശേഷിപ്പുകൾ ഈ നിരണം ദേശത്തുണ്ട്. ജനം, പത്തനംതിട്ട.